ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വെൽ. ഇന്ന് മത്തങ്ങ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കറി ഉണ്ടാക്കുന്നത് ഞാനല്ല, രുദ്രാണിയാണ്. അവരുടെ ഈ രാജസ്ഥാനി പ്രിപ്പറേഷനാണത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മത്തങ്ങ 200 ഗ്രാംസോളം ഉണ്ട്. ഇത് നമ്മൾ ബ്ലിങ്കിറ്റ് ചെയ്ത് മേടിച്ചതാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു പിടി മല്ലിയിലയുണ്ട്. ഒരു നല്ല എരിവുള്ള 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്ര വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി. വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ടുണ്ട്. ഒരു 10-15 അല്ലിയുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഒരുപാട് കാലമായി ബ്ലോഗ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ കറി വളരെ സ്പെഷ്യലാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ മല്ലിയിലയും ഇഞ്ചിയും പച്ചമുളകും കൂടെ നമ്മൾ മിക്സിയിലൊന്ന് ചതച്ചെടുത്തു. നമ്മൾ മത്തങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ 2-2.5 ടേബിൾ സ്പൂണ് എണ്ണ എടുത്തിട്ടുണ്ട്. കടുക് വറക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ കടുക് വറുത്തിട്ടാണ് ഇടുന്നത്. ഒരു 1/2 ടീസ്പൂണ് കടുകിട്ടു, 1/2 ടീസ്പൂണ് ജീരകം, നല്ല ജീരകം അതിട്ട് കൊടുത്തു. കടുക് പൊട്ടി ജീരകം മൂത്ത് വന്നു. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ മല്ലിയില കൂടെയുണ്ട്. അതിലേക്ക് മസാലയൊന്ന് മൂത്ത് വന്നു. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഏകദേശം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. മസാലയൊക്കെ മൂത്ത് വന്നു. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. നമ്മൾ മത്തങ്ങ കഴുകി വെച്ചിരുന്നത് ചേർത്ത് കൊടുത്തു. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും. പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പുളിക്ക് പകരം അധികം പുളി ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നാരങ്ങ ജ്യൂസ് കൊടുക്കാം. നാരങ്ങയുടെ ജ്യൂസ് ഇതാക്കാൻ പറ്റും. അതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള അല്പം വെള്ളം കൂടെ ചേർത്തു. നമ്മുടെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് പഞ്ചസാര കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ മത്തങ്ങ നന്നായിട്ട് വെന്ത് വരണം. സൂപ്പർ ടേസ്റ്റി മത്തങ്ങയുടെ ഗ്രീൻ മസാല നമ്മളതിൽ മുളക് പൊടി ഇട്ടിട്ടില്ല. അപ്പം ഗ്രീൻ മസാല റെഡിയാണ്. വളരെ ടേസ്റ്റിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നിങ്ങൾ നോക്കണം. എന്നിട്ട് നമ്മളിതിനെ മല്ലിയില കൊണ്ട് ഗാർണിഷ് ചെയ്തു. ഇത്ര ടേസ്റ്റ് ആണെന്ന് ഞാൻ ആദ്യം കരുതിയില്ല. ബട്ട് ഇറ്റ് ഇസ് വെരി ടേസ്റ്റി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.